ഇരിക്കുന്ന കസേരയെക്കാളും നിനക്കിന്ന് ജീവിതത്തിൽ ലഭിച്ച സകല ഭൗതിക നന്മകളെക്കാളും വലുതാണ്. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, പെന്തക്കോസ്ത് സഭയ്ക്കെതിരെ ഇങ്ങനെ ഈ പാസ്റ്റർ പറയുമെന്ന് വിചാരിച്ചതല്ല. നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾ തന്നെ ഇത് കേട്ടു നോക്കുക. ഇതിലെന്തെങ്കിലും, ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സ്തോത്രം. എന്ന് പറയുന്നത് നിത്യത. ആ പ്രകാശനം പരിശുദ്ധാത്മാവ് അധികാരിയുടെ ഹൃദയത്തിൽ കൊടുത്തപ്പോൾ വഴിയിൽ കണ്ട കുളത്തിലിറങ്ങി സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ആ ദർശനമാണ് പെന്തക്കോസ്തിലെ പിതാക്കന്മാരുടെ ചങ്കിൽ ലഭിച്ച വെളിച്ചം. അതുകൊണ്ട് ആ പെന്തക്കോസ്ത് ചരിത്രം വായിക്കുമ്പോൾ എഴുതി വച്ചിരിക്കുന്നത്, ആമേൻ, ന്യായമായി ലഭിക്കേണ്ടുന്ന അവകാശങ്ങളും ഓഹരിയും തരത്തില്ലെന്ന് പറഞ്ഞ് കുടുംബക്കാരിറക്കി വിട്ടപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്ന് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നറിയാതെ നിന്നിടത്ത് നിന്ന് ആമേൻ ദൈവത്തിന്റെ കരം അനുഗ്രഹിച്ചു മാനിച്ച് ദൈവം അവരെ ആമേൻ മാനിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മളിവിടെ സന്തോഷത്തോടിരുന്ന് കൂട്ടുന്നത്. സ്തോത്രം. മനസ്സിലായോ? അവര് സകലത്തെക്കാളും വലുത് നിത്യതയാണെന്നുള്ള കാഴ്ചപ്പാട് അകത്ത് കയറി അവർക്കുണ്ടായിരുന്ന ലോകത്തിന്റെ നന്മയൊക്കെ ചപ്പെന്നും ചവറെന്നും കണ്ട് അവര് വലിച്ചെറിഞ്ഞു. എന്റെ ഭാഷ ഞാൻ ഇങ്ങനെ പറയാം, അന്ന് അവര് വലിച്ചെറിഞ്ഞത് ഇന്ന് പുതിയ തലമുറ കുനിഞ്ഞു പറക്കുന്നു. അന്ന് അവര് വലിച്ചെറിഞ്ഞത് കുനിഞ്ഞു പറക്കുന്നു. സപ്പോർട്ടായിട്ട് നമ്മുടെ ദൈവദാസന്മാർ സാരമില്ല, കാലമൊക്കെ കാലം മാറുമ്പോ കോലം മാറുന്ന ഉപദേശം അല്ല ഉപദേശി വേദപുസ്തകം. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിപുള്ളി മാറാത്ത ദൈവവചനം കാലത്തിനൊത്ത് മാറ്റാനൊന്നും ആരും നിൽക്കരുത്. ആമേ, കാലത്തിനൊത്ത് ഓടുന്ന വചനമല്ല. നാടോടുമ്പോ നടുവേ ഓടുന്നതല്ല. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന് നടുക്കണ്ട തിന്നണമെന്ന് പറയുന്ന തിയോളജി ഒന്നും വേദപുസ്തകത്തിലില്ല. ആമേ, ദാനിയേല് പറയും, ഞാൻ പാർക്കുന്നത് രാജാവിന്റെ കൊട്ടാരത്തിൽ, കാര്യമൊക്കെ ശരിയാ എന്ന് കരുതി നീ കഴിക്കുന്ന ഭോജനം കൊണ്ടും നീ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുമെന്ന് നീ വിചാരിക്കണ്ട. അതിന്റെ പേര് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും തെരുവിൽ നിൽക്കേണ്ടി വന്നാലും ആമേ, തീരുമാനമാ. മൊർദെഖായി എന്ന് പറയുന്നു. മൊർദെഖായി പറയും, അതെ കാര്യമൊക്കെ ശരിയാ, പക്ഷേ ആമേ, ഞാനല്ലാതെ ഒന്നിന്റെ മുമ്പിൽ കുമ്പിടരുതെന്ന് കയ്യിലിരിക്കുന്ന പ്രമാണം എന്നെ പഠിപ്പിക്കുമ്പോൾ ഹാമാന്റെ മുമ്പിൽ കുമ്പിട്ടിട്ട് കിട്ടുന്ന ഒരു പദവിയും എനിക്ക് വേണ്ട. അതിന്റെ പേരിൽ പട്ടണത്തിന്റെ നടുവിൽ ചണച്ചാക്കെടുത്ത് ഉടുത്തുകൊണ്ട് പൂഴി വാരിയിട്ടുകൊണ്ട് പൊട്ടനെ പോലെ നിലവിളിക്കേണ്ടി വന്നാലും ആമേ, ദൈവത്തെ അല്ലാതെ ഹാമാനെ കുമ്പിടത്തില്ലെന്ന് പറഞ്ഞ മൊർദെഖായി. ഇതൊക്കെയാ ഞാൻ പഠിച്ച ബൈബിളിൽ. ഇന്നിപ്പോ നമ്മുടെ ആളുകൾ ഹാമാനെ പേടിച്ചായിരിക്കുന്നത്. ഇപ്പൊ ഹാമാൻ വിളിച്ചു പറയുന്നു, ഇന്ന ആളെ വിളിക്കരുത്, ഇന്ന ആളെ വിളിക്കരുത്. അപ്പൊ നമ്മുടെ സെൻട്രൽ പാർഷന്മാരുടെ എല്ലാം നട്ടല് വാഴപ്പിണ്ടിയായിട്ട് ശരി ഹാമാനെ എന്ന് പറഞ്ഞ് ഇപ്പൊ ഹാമാനെ അനുസരിച്ചിരിക്കുക. പേടിക്കൊന്നും വേണ്ട, കാഹളം ധ്വനിച്ചൊന്നും അല്ല, ഫാൻ അവിടെ തട്ടിയതാ. പേടിക്കണ്ട, ശ്രദ്ധിച്ചാട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ ഹാമാനെ ഒന്നും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ആമേൻ, രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഓർഡർ നിങ്ങൾ കേട്ടോ. ഇതൊക്കെ ബൈബിളിലുള്ളതാ, കഥയൊന്നും അല്ല ഈ പറയുന്നത്. രാജ്യം ഭരിക്കുന്ന രാജാവ് നെബൂഖദ്നേസറിന്റെ ഓർഡർ, സകല മനുഷ്യരും എന്ത് ചെയ്യണം? രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കണം. കുഞ്ഞുകളിയല്ല. ഇത് അനുസരിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന എന്തുവാ? പറ. സ്വന്തം പ്രാണന എരിയുന്ന തീച്ചൂളക്കകത്ത് ഇട്ടുകളയും. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഓർഡർ, ബിംബത്തെ നമസ്കരിക്കണം. നോക്ക്, ഇപ്പൊ ചില ആളുകൾ പറയും, നമ്മൾ ഏതൊരു അധികാരത്തിനും എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. നമ്മൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ അധികാരത്തിനൊക്കെ കീഴ്പ്പെടണം വേണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. പക്ഷെ ഒരു പോയിന്റ് ദൈവമക്കൾ ചെവിക്കകത്തല്ല, ഹൃദയപ്പലകയെ കുറിച്ചോണം. രാജ്യത്തിന്റെ നിയമം ദൈവത്തിന്റെ നിയമത്തിനെതിരായി വന്നാൽ ഒരു ദൈവവൈതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന്റെ നിയമത്തിനാണ്. അല്ലാത്ത പക്ഷം രാജ്യത്തിന്റെ നിയമങ്ങൾക്കെല്ലാം കീഴടങ്ങിയിരിക്കണം. ഒന്നുകൂടെ പറയാം, രാജ്യത്തിന്റെ നിയമം ദൈവത്തിന്റെ നിയമത്തിന് എതിരായി വന്നാൽ ദൈവമക്കൾ പ്രാണം പോയാലും ഒന്നാം സ്ഥാനം ദൈവവചനത്തിന് കൊടുക്കും. ഇതാ ശദ്രക്കും മേശക്ക് അബീദനവും ചെയ്തേ. എന്താ? രാജ്യത്തിന്റെ നിയമം ബിംബത്തെ നമസ്കരിക്കണം. എന്നാൽ കയ്യിൽ പ്രമാണമിരിക്കുന്ന ബാലന്മാര് പറയുക, ആമേൻ രാജാവേ, ആമേൻ, രാജാവിന്റെ കയ്യിൽ നിന്നും എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി വിടുവിച്ചില്ലേലും കേട്ടോ, ആമേൻ, നട്ടലുള്ള ആമ്പിളാർ പറയുന്നത് കേട്ടോ, ഇനി വിടുവിച്ചില്ലേലും തീച്ചൂളക്കകത്ത് ചാകാനാണെങ്കിലും ഞങ്ങൾ രാജാവിന്റെ കൽപ്പന അനുസരിക്കത്തില്ല. ഇന്നത്തെ നമ്മുടെ പാസ്റ്റർമാർ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ
ഈ പയ്യന്മാരുടെ പപ്പയും മമ്മിയും ആദ്യം സെൻട്രൽ പാസ്റ്ററെ വിളിക്കും. എന്നിട്ട് പറയണം, പാസ്റ്ററെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, ഇവന്മാരുടെ ഒറ്റക്കാലിൽ നിൽക്കുക, തീച്ചൂള വീടും ജീവൻ പോകും, ഒന്നൊന്ന് പറഞ്ഞു കൊടുക്കേ. ഇപ്പൊ സെൻട്രൽ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, മക്കളെ പരിജ്ഞാനം വേണം. എന്നാ മിണ്ടാത്ത ആരും? എടാ പരിജ്ഞാനം വേണം. നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ഇപ്പം അങ്ങേര് പറഞ്ഞു നമസ്കരിക്കാൻ, നിങ്ങളൊന്ന് പോയി നമസ്കരിച്ചേരെ, കാലം മാറിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിള്ളേരെ കൊണ്ട് നമസ്കരിക്കാൻ തയ്യാറായേനെ. എന്നാൽ ഇന്ന് രാത്രി പറയാം, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അവര് ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിന്ന പിള്ളേരാ. ഇന്ന് രാത്രികാലം ദൈവമക്കളോട് പറയാം, ആമെ കഴുത്തറുത്തിട്ടാലും പ്രാണം പോയാലും വചനത്തിന്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി എൻ്റെ തലമുറ നിൽക്കണമെന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ അവരെ പിന്മാറ്റിക്കളയരുത്, അവരെ നിരുത്സാഹപ്പെടുത്തരുത്. സത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന കുഞ്ഞുങ്ങളെ വായ അടപ്പിച്ച് കളയരുത്. അവര് പ്രതികരിക്കട്ടെ, അവര് സംസാരിക്കട്ടെ, പ്രാണം പോയാലും അവർ വചനത്തിന് വേണ്ടി നിൽക്കട്ടെ. അങ്ങനെ കർത്താവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേക്കട്ടെ. അത് അഭിമാനമാ, അപമാനമല്ല. സ്തോത്രം. ഞാൻ തിരിച്ചു വരാം. അപ്പൊ ശ്രദ്ധിച്ചു, അപ്പൊ ഇതിൻ്റെ അകത്ത് മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നതെന്ന് അറിയുവാൻ ഞാനിത് ആവേശത്തോടെ വായിക്കാൻ തുടങ്ങി. കേട്ടോ ദേശക്കാര്, കിഴക്കേത്തെരുവുകാര്, കേട്ടോ. വായിച്ചപ്പോൾ ഷമീർ അബ്ദുൽ സലാമിന് മനസ്സിലായ കാര്യം ഇനി അടുക്കടുക്കായി അങ്ങോട്ട് പറയാൻ പോവുക. ഞാൻ വായിച്ചു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനോഹരം. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സ്രഷ്ടാവിനെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. മനോഹരം. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്ന ദൈവത്തെ കണ്ടു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രത്യേകത കണ്ടു. എന്താ? ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല. പകരം ദൈവം തന്റെ കരങ്ങളാൽ നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു എന്നും അതിന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി എന്നും മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു എന്നും പുസ്തകത്തിൽ കണ്ടു. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, പണ്ട് സ്കൂളിൽ ടീച്ചർമാര് പഠിപ്പിച്ചത് പൊട്ടത്തെറ്റായിരുന്നു. ടീച്ചർമാര് പഠിപ്പിച്ചത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്നാ പറ? കൊരങ്ങിയെന്നുണ്ടായിരുന്നു, കൊരങ്ങിയെന്ന്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിലും ശാസ്താംകോട്ടയിലും ഭരണിക്കാവിലും വയനാട് ചുരത്തിലും ഒക്കെ ഇപ്പോഴും ഉണ്ട്. എന്ത്? കൊരങ്ങന്മാർ ഇഷ്ടം പോലെ. ആഴ്ച ഓരോന്ന് രൂപാന്തരപ്പെട്ടെന്താ വരാത്തെ? ഒരാഴ്ച നാരായണൻകുട്ടി, അടുത്ത ആഴ്ച തോമസ് കുട്ടി, പിറ്റേതാഴ്ച മുഹമ്മദ് കുട്ടി, വരട്ടെ. കുരങ്ങ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എടാ, ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെയും ചിലത് ഒറ്റക്കാലിൽ നിൽക്കും. പാസ്റ്റർ നിങ്ങൾ എന്തോ പറഞ്ഞാലും ശരി, മനുഷ്യൻ കുരങ്ങി അങ്ങനെ പറയുന്നവരോടൊന്നും വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. തൊഴു കൈയോടെ പറയണം, ശരി ചേട്ടാ അങ്ങനെ ഇരിക്കട്ടെ, നിങ്ങളുടെ വലിയപ്പൻ കുരങ്ങൻ, ഞങ്ങളുടെ അങ്ങനല്ല. സ്വന്തം വലിയപ്പം കുരങ്ങനാന്ന് പറയുന്നവനോട് വഴക്കുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് വേദപുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലായി, കുരങ്ങിയും നല്ല പുഴുവിയും നല്ല നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. മനോഹരം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് ഉലക ചരിത്രത്തിൽ ആദ്യമായി വിവാഹം എന്ന് പറയുന്ന പവിത്രമായ ബന്ധം സ്ഥാപിച്ച ദൈവത്തെ കണ്ടു. ഭൂമിയിൽ ആദ്യത്തെ കല്യാണം പറ. ചെറുക്കന്റെ പേര് ആദം, പെണ്ണിന്റെ പേര് ഔവ. കല്യാണം നടന്ന ഓഡിറ്റോറിയം ഏതൻ. കല്യാണം നടത്തിയ ഉപദേശി സെൻട്രൽ പാസ്റ്റർ ഒന്നുമല്ല, യഹോവയായ ദൈവം. ആദ്യത്തെ കല്യാണം. പിടികിട്ടുന്നുണ്ടോ? അതാ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം എങ്ങനെ നടന്നെന്നും കൂടെ അങ്ങ് പറ പാസ്റ്റർ. പറയാം. ആദം എന്ന് പറയുന്ന ചെറുക്കൻ ഏതൻ തോട്ടത്തിൽ നിന്നൊരു കാട്ടുമരത്തിന്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നുപോയി വലിച്ചു പൊട്ടിച്ച് ഈ പെണ്ണിന്റെ കഴുത്തേലിട്ടിട്ടൊരു മുറുക്ക്. ഇത് കണ്ട് ദൈവം അപ്പുറത്തോട്ട് മാറി നിന്ന് 5-6 കൂവൊക്കെ കൂവി അങ്ങനെ ചെറുക്കൻ അങ്ങ് മുറുക്കി എന്നാണോ ബൈബിളിൽ? പറ അങ്ങോട്ടെ. അങ്ങനെ വല്ലതും മുറുക്കിയോ? അങ്ങനെ ഒന്നും മുറുക്കിയില്ല. അതാ ഈ പെന്തിക്കോസുകാർ മുറുക്കാത്തെ. ഇനി ചോദിച്ചേക്കരുത്. ചില കറുത്ത ചരട് പോലും ഇല്ലയോടി? ഇല്ലെന്ന്. ഇല്ലാത്തോണ്ടാ മുറുക്കാത്തെ. മനസ്സിലായോ? ചിരിക്കാൻ പറഞ്ഞതല്ല. പിന്നെന്താ? ദൈവം സ്ഥാപിച്ച വിവാഹം എങ്ങനെ? ഉടമ്പടി. ആ ഉടമ്പടിക്കകത്തൊരു കുടുക്കുണ്ട്. കുടുക്ക്. മനസ്സിലായോ? ചിരിക്കാൻ പറഞ്ഞല്ല, ഉടമ്പടിക്കകത്തൊരു കുടുക്കുണ്ട്. എന്താ കുടുക്ക്? ഈ ദൈവസാക്ഷിയായ ഒരു ഉടമ്പടി ചെറുക്കൻ ചെയ്യുക. എന്താ? ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസം. ഉടമ്പടി. കുടുക്കുണ്ട്. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെ, മാംസത്തിന് അസ്ഥി കൂടാതെ ഭൂമി ജീവിക്കാൻ പറ്റില്ല. ഉണ്ടോ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസമില്ല. പിള്ളേരെന്നെ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടും പഠിക്കാൻ. ശരിയാന്നോ? ഇനി മാംസമുണ്ട്, അസ്ഥിയില്ലെന്നിരിക്കട്ടെ, എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുവോ? നിങ്ങളിങ്ങനെ ഇരിക്കുവോ? ഇല്ല. മാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പൊ അസ്ഥിയും മാംസം ഉണ്ടെങ്കിലല്ലേ ഞാനിങ്ങനെ നിൽക്കുള്ളൂ. ശരിയാണോ? പറ, വേഗം പറ. ശരിയാ. അപ്പോൾ തന്നെ ഷമീർ കൊല്ലത്തിന്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസം ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? എന്നാ അത് പറ അങ്ങോട്ട്. ഷമീർ കൊല്ലം മരിച്ച് പെട്ടിക്കകത്താക്കി കൊണ്ടുവച്ച് വന്തലിട്ട് ഇതുപോലെ നിങ്ങളെല്ലാം വരുവോ? എല്ലാവരും വരണം. ചത്തിട്ട് ക്ഷണിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴേ ക്ഷണിക്കുന്നത്.
എല്ലാവരും വരണം. അപ്പൊ എല്ലാവരും വന്ന് പന്തലൊക്കെ ഇട്ട് ഇതുപോലെ ഉപദേശിമാരും സൈഡിൽ കസേരയൊക്കെ ഇട്ടിരിക്കും. പിന്നെ ഇവർ എഴുന്നേറ്റ് എന്നെ കുറിച്ച് ഒരു തള്ളി മറിക്കലങ്ങ് നടത്തും. ഈ കാലഘട്ടത്തിന്റെ പിന്നെ ഗജവീരൻ എന്നൊക്കെ ചിലപ്പോൾ പറയും. എനിക്ക് എഴുന്നേറ്റ് പറയാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ആനയല്ലെന്ന് പറയും. ഒരു തള്ളി മറിക്കും. ഞാനൊരു കാര്യം ദൈവാസന്മാരോട് പറയാം, ജീവിച്ചിരിക്കുമ്പോൾ വെക്കാവുന്ന ഭാരം മൊത്തം വെച്ചേച്ച് ചാകുമ്പോൾ തള്ളാനായിട്ട് ഒരുത്തനും അങ്ങോട്ട് വന്നേക്കരുത്. അതും കൂടെ ഇപ്പൊ ചേർത്തങ്ങ് പറയുക അല്ലേ. വല്ലതും നല്ലത് പറയുന്നത് എപ്പോ പറയണം വെച്ചാ ജീവിച്ചിരിക്കുമ്പോൾ ദൈവാസനെ നന്നായിട്ടുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്കൊരു സന്തോഷം, മുമ്പോട്ട് പോകാൻ ഒരു ഊർജം അല്ലേ. അതാ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ഭാരം മൊത്തം വെച്ചേച്ച് ചാകുമ്പോൾ തള്ളാനായിട്ട് ആരും വരണ്ട. അപ്പൊ ചത്ത് കഴിഞ്ഞ് വെട്ടി കൊണ്ടുവച്ച് വെട്ടിയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് കല്ലറെ കൊണ്ടുവച്ചിട്ട് മണ്ണുമൊക്കെ ഇട്ട് നിങ്ങളെല്ലാം പോയി ഉഴുന്നുവടയും ചായം കഴിച്ച് എല്ലാവരും പിരിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്റെ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് മരണമെന്ന പ്രോസസ്സിലൂടെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ദൈവം യോജിപ്പിച്ച വിവാഹബന്ധത്തിന്റെ പ്രത്യേകത മരണത്താലല്ലാതെ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച വിവാഹം. മനസ്സിലായോ? ഇത് മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് മനസ്സിലായപ്പോൾ അവന്റെ തലയ്ക്കകത്ത് ചിന്തിച്ചു, ചാകുന്നവരെ ഇതിനെയൊക്കെ ചുമക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ യവൻ കണ്ടുപിടിച്ച സൂത്രമാണ് മുറുക്ക്. കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടിയോ? മുറുക്കാകുമ്പോൾ ഈ ദേഷ്യം വരുമ്പോ ഇത് വലിച്ചു പൊട്ടിച്ചിട്ട് എനിക്ക് നിന്നെ വേണ്ടാടി എന്ന് പറയുമ്പോ ഇവൻ നൈസായിട്ട് ഊര. അങ്ങനെ ഓടി നടന്ന് മുറുക്കാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ചാണ് മുറുക്ക്. മനസ്സിലായോ? അതുകൊണ്ടാ ചിലരെന്ന് തുണി മാറുന്ന പോലെ ഓടി നടന്ന് മുറുക്കുന്നത്. പിടികിട്ടിയോ? അതുകൊണ്ട് ഒന്നും മുറുക്കിയില്ല, ഒരു മുറുക്കുമില്ലേലും ദൈവ കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ദൈവമക്കളെ സമാധാനത്തോടെ ജീവിക്കാൻ കാരണം ദൈവത്താൽ യോജിപ്പിക്കപ്പെടണം. കല്യാണമല്ലാത്തത് കൊണ്ട് അത്രയും പറഞ്ഞ ആ ഭാഗം വിടുന്നു. ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ഉലകത്തിൽ ആദ്യത്തെ കല്യാണം കുടുംബജീവിതം. ഇനിയിപ്പോ വേണമെങ്കിൽ പുറത്ത് കേൾക്കുന്നവരൊരു ഭാഷയ്ക്ക് പിന്നെ അങ്ങനെയുള്ള ദൈവം ലോകത്തിൽ ആദ്യമായിട്ട് 2 മനുഷ്യനെ സൃഷ്ടിച്ചു. ആദമ്മ അതിന് 6 മാസം മുമ്പേ ഞങ്ങളുടെ ദൈവം സൃഷ്ടിച്ചാന്ന് 2 പേർ. എന്നാ പിന്നെ സ്റ്റേജിലോട്ട് കയറി വന്ന് മൈക്ക് തരാം, ആ 2 പേരുടെ പേരൊന്ന് പറ. ഞാനും പഠിക്കട്ടെ, എനിക്കും പഠിക്കണം അല്ലേ. ഉലക ചരിത്രത്തിൽ ഏത് മതക്കാരനോടും ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യരാരാന്ന് ചോദിച്ചാൽ സകല എണ്ണവും പറയുന്ന 2 പേരെ ഇന്ന് വരെ കേട്ടിട്ടുള്ളൂ, ആദാമും ഹവ്വായും. അത് ലോകത്തോട് ആദ്യം പറഞ്ഞത് ഈ പുസ്തകമാണ്. അപ്പൊ ഇന്നാൾ ഒരാൾ ചോദിച്ചു, അതെന്താ ഖുർആനിൽ ആദമും ഹവ്വായും ഒന്നും കണ്ടിട്ടില്ലേ എന്ന്. ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. സൃഷ്ടിപ്പിനെ കുറിച്ചില്ലേ? ഉണ്ട്. പിന്നെന്തിനാ നിങ്ങൾ അത് വിട്ടേച്ച് ഇതെടുത്ത് പറയാം. ഈ പുസ്തകം പറഞ്ഞതിന് ശേഷം ഈ പുസ്തകം പറഞ്ഞതിന് ശേഷം AD 570 നബി തിരുമേനി സൗദി അറേബ്യ ജനിക്കുന്നത്. 40 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെയാണ് അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടത്. 570 + 40 സമം വിരലെണ്ണി കൂട്ടുവാന്നോ? 570 + 40 = 610. അർത്ഥാൽ ഈ പുസ്തകം പറഞ്ഞ് 610 വർഷങ്ങൾക്ക് അപ്പുറത്താണ് ആ പുസ്തകം പറഞ്ഞത്. അതുകൊണ്ടാണ് അത് വിട്ടേച്ച് ഇതെടുത്തത്. ഇനി ഇതിന് 6 മാസം മുമ്പേ പറഞ്ഞതുണ്ടെങ്കിൽ കൊണ്ടുവരാനായി പറയുന്നത്. ഇത് വിട്ടേച്ചെടുക്കാം. സ്തോത്രം. അതുകൊണ്ട് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. ബാപ്പാടെ കുടുംബക്കാര് ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് കണ്ടപ്പം ബാപ്പാടെ കുടുംബക്കാര് പണ്ട്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, വിശ്വസിച്ചിറങ്ങി ആ കാലത്ത് കണ്ടപ്പോ പറഞ്ഞു, മുസ്ലിമിൽ നിന്നൊന്നും ആരും അങ്ങനെ പോകത്തില്ല, നിനക്കെന്തോ അബദ്ധം പറ്റിപ്പോയാന്ന് പറഞ്ഞ് അന്ന് എന്നെ ഒന്ന് ചഞ്ചലിപ്പിച്ചു. അന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ കാലമായതുകൊണ്ട് ഒരു ചഞ്ചലം. അപ്പൊ അന്നൊരു ഉപദേശി കണ്ടപ്പോ ചോദിച്ചു, ഉപദേശി എന്നെ പോലെ വിശ്വാസത്തിൽ വന്ന വേറെ ആരെങ്കിലും കേരളത്തിൽ ഉണ്ടോന്ന് ചോദിച്ചു, ഒരു സമാധാനത്തിന്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, പാസ്റ്റർ നസീർ ആലപ്പുഴയിലുണ്ടെന്ന്. നമ്പർ ഒന്ന് തരാൻ പറഞ്ഞു. മേടിച്ചു, നേരെ വിട്ട് ആലപ്പുഴയ്ക്ക്. അവിടെ ചെന്ന് നസീർ പാസ്റ്റർ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നസീർ പാസ്റ്റർ എന്നാ വിശ്വാസത്തിൽ വന്നേ? എന്നോട് ചോദിച്ചു, നീ എന്നാ വന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ 2002 ഇറങ്ങിയുള്ളൂ. ഞാൻ 94 ഇറങ്ങിയെന്ന്. ആലപ്പുഴ ജനിച്ച് ആലപ്പുഴ വളർന്ന ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തന ഇംഗുല വിളിച്ചു നടന്ന നസീറും റഷീദയും കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുന്ന കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരാശ്വാസം. നമ്മൾ മലയാളിക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ജനലിലൂടെ നോക്കി അപ്പുറത്തും കൂടെ പോയെന്ന് അറിയുമ്പോൾ അപ്പൊ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു സമാധാനം. ഞാൻ ചോദിച്ചു, നസീർ പാസ്റ്ററെ നമ്മളെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉടനെ പുള്ളി പറഞ്ഞു, പിന്നെ പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ടെന്ന്. നേരെ വിട്ടു കോട്ടയത്തിന്. സിയാദിനെ കണ്ടപ്പോൾ ചോദിച്ചു, സിയാദ് വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. നേരെ വിട്ടു ചുങ്കത്തറ ചെന്ന് ഷാജഹാനെ ഷീജ ബീവിയെ കണ്ടു. ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ പാസ്റ്റർ ഇസ്മായിൽ അട്ടപ്പാടി ഡോക്ടർ മുരളീധരൻ്റെ അടുത്തുണ്ടെന്ന്. നേരെ വിട്ടു അട്ടപ്പാടി ചെന്ന് പാസ്റ്റർ ഇസ്മായിലിനെ കണ്ടു. ഇപ്പൊ പുള്ളി എൻ്റെ അളിയനാ, ആയൂർ IPCയിലെ പാസ്റ്ററാ.
ഇസ്മായിൽ പറഞ്ഞു പാസ്റ്റർ റഫീഖ് വയനാടുണ്ടെന്ന്, റഫീഖിനെ കണ്ടപ്പോൾ പറഞ്ഞു പാസ്റ്റർ മുനീർ കാസർഗോഡുണ്ടെന്ന്, മുനീറിനെ കണ്ടപ്പോൾ പറഞ്ഞു പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ തളിപ്പറമ്പിലുണ്ടെന്ന്, അബ്ദുൽ വഹാബിനെ കണ്ടപ്പോൾ പറഞ്ഞു അനുജൻ അബ്ദുൽ സമദ് നാലാഞ്ചിറയിലുണ്ടെന്ന്, അബ്ദുൽ സമദിനെ കണ്ടപ്പോൾ പറഞ്ഞു സൗദാ ബീവി ഇറങ്ങിയിട്ടുണ്ടെന്ന്, സൗദാ ബീവി പറഞ്ഞു റംല തോമസ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആമേ, ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ സത്യദൈവത്തെ അറിഞ്ഞ് ആമേൻ ഈ നിത്യജീവനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക. അബദ്ധമൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തിന് കൺവെൻഷന് പ്രസംഗിക്കാൻ പോയപ്പോൾ മദലയിൽ കൺവെൻഷന്റെ നോട്ടീസുകൾ കണ്ടിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ വായിച്ച് ശ്രദ്ധിച്ചു പോകുമ്പോൾ കാണുക പല പുതിയ പുതിയ പാസ്റ്റർമാരുടെ പേര്. പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ, എല്ലാം പാസ്റ്ററാ. സ്തോത്രം. മൂന്നാമതൊരു വശം പഠിച്ചാൽ ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, യാക്കോബക്കാരൻ അച്ഛൻ, ഫാദർ മാർഷലിൻജെ മൊറൈസ് റോമൻ കത്തോലിക്ക സന്യാസി ശ്രേഷ്ഠനായിരുന്ന അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ കത്തോലിക്ക പുരോഹിതനായ അച്ഛൻ, ഇങ്ങനെ അനേക അച്ഛന്മാരെ 60-70 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസുകാരുടെ കൂട്ടത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ സകല വിഭാഗങ്ങളിൽ നിന്നും സത്യം അറിയുകയും സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് വരികയാ. സ്തോത്രം. അതുകൊണ്ട് വേഗത്തിൽ തിരിച്ചു വരാം. ആ മനുഷ്യർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗം ഉൽപ്പത്തിയിൽ കണ്ടു. മനോഹരം. ഒന്നാം ഘട്ടം അവിടെ തീർന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം. ആകെ കൂടെ 2 മനുഷ്യൻ, ആദം മൗവ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മനോഹരം. ആകെ കൂടെ 2 മനുഷ്യൻ, ആദം മൗവ. ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ ഇല്ല. ഇല്ലേ? അങ്ങനെ സന്തോഷത്തോട് പോകുന്ന ഒന്നാം ഘട്ടം. അതാണ് ഭക്തന്മാര് പാടിയത്. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഓർമ്മയില്ലേ? കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, ഏക സത്യ ദൈവമേയുള്ളൂ. ആ പഴയ കൺവെൻഷനിലോട്ടൊന്ന് പോയി, ഇല്ലേ? അതാ അനുഗ്രഹം. ആ പണ്ടത്തെ യോഗത്തിലോട്ടൊന്ന് പോയി പലരും. അതാ അപ്പച്ചന്മാരുടെ കാല അനുഗ്രഹം തന്നെയാ. ആരും കുറച്ചൊന്നും കാണണ്ട. സുവിശേഷമായി പ്രസംഗിക്കപ്പെട്ടിടത്തെല്ലാം ആ അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നിപ്പം സുവിശേഷ യോഗത്തിന് നോട്ടീസിലുണ്ട് സുവിശേഷം കേൾക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നെ യോഗത്തിന് വിളിച്ചു. ഡേറ്റ് ആ പറഞ്ഞ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയും പാസ്റ്ററെ ആ ഡേറ്റ് ഇല്ല. ശരി പാസ്റ്റർ എന്ന് പറഞ്ഞു വെച്ചു. ശരി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ വിളിച്ചിട്ട് ചോദിക്കുക, ഷമീർ പാസ്റ്ററെ നമുക്ക് ആരെയും ഒന്നും വിളിക്കാൻ പറ്റുന്നതെന്ന്. ഞാൻ പെട്ടെന്ന് സത്യം പറഞ്ഞ് ഞാനങ്ങ് ചിരിച്ചു. ഞാൻ പറഞ്ഞു, കൊച്ചു കേരളത്തിൽ പാസ്റ്റർമാരെ തട്ടിയിട്ട് നടക്കാൻ മേല, ഇഷ്ടം പോലെ ഉണ്ടായിട്ടും ഒരാളെ വിളിക്കാം. അപ്പൊ അദ്ദേഹം ഇച്ചിരി ഗൗരവത്തോടെ പറഞ്ഞു, അതല്ല പാസ്റ്ററെ, ഒരു വർഷത്തെ പ്രാർത്ഥനയാ, പണച്ചെലവാ, കഷ്ടപ്പാടാ. എന്തിനാ? ദേശം സുവിശേഷം കേൾക്കണം. പക്ഷെ എന്ത് ചെയ്യാനാ, വരുന്നവരെല്ലാം ഉപവാസ പ്രാർത്ഥനയാക്കിയിട്ട് പോവാന്ന്, വിശ്വാസികളെ ധരിപ്പിച്ചിട്ട് പോവുക. സ്തോത്രം. സുവിശേഷ യോഗത്തിൽ എന്ത് ചെയ്യണം? സുവിശേഷം പറയാം. അതിന് ആംബിയർ ഉണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം. സ്തോത്രം. ഇനി ഇത് പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിക്കാനാ? ഇന്ന് വിളിച്ചിരിക്കട്ടെ, ഇനി മേല അത്രയല്ലേ ഉള്ളൂ. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുക വിളിക്കല്ലെന്ന്. എനിക്ക് കവലെ പ്രസംഗിച്ച് കൊതി തീർന്നിട്ടില്ല. സ്തോത്രം. തിരിച്ചു വരാം. അപ്പൊ സന്തോഷത്തോടെ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒന്നാം ഘട്ടം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാതലായ വിഷയത്തിലേക്ക് കയറുക. രണ്ടാം ഘട്ടം. സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്ത ഒരു വില്ലനെ കണ്ടു. പിശാച്, പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ മനുഷ്യൻ വിവിധ നാമങ്ങളിൽ സംബോധന ചെയ്യുന്ന പിശാച്. പിശാച് എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യന്റെ ചില തെറ്റിദ്ധാരണകളൊന്നും മാറ്റാൻ 2 വരി പറയാം. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പണ്ട് ഒനിടാറ്റിയുടെ പരസ്യത്തിന് ഒരു മൊട്ടത്തലയും വരും, കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി ഇങ്ങനെ ഇളിച്ചോണ്ട് വരുന്ന ഒരു രൂപമാണ് പിശാച് ഇങ്ങനെ ഇരിക്കുമെന്ന് ചിലരുടെ ധാരണ. അല്ലല്ല, വേദപുസ്തകം അവനെ കുറിച്ച് പറയുന്ന ചില പദപ്രയോഗം ശ്രദ്ധിക്കണം. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്, ദുരാത്മാവ് അവനെ തള്ളിയിട്ടു, അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടു പോക, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ബൈബിളിലുള്ളത്. അർത്ഥാൽ അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല, അവനൊരു ആത്മാവാണ്. ഏത്? ഇരുട്ടിന്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. പക്ഷെ അവൻ ചില മനുഷ്യരെയും ചില മൃഗങ്ങളെയും യൂസ് ചെയ്യുന്നു എന്ന് വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാകും. തെളിവുകൾ നിരത്താൻ നേരം പോരാ, ഞാൻ എക്സ്പ്രസ് പോലെ പോവുക. ശ്രദ്ധിച്ചാട്ടെ. അതാണ് പിശാച് എന്ന് പറഞ്ഞാൽ ഒരു മാനുഷിക ശരീരം ഉള്ളവനല്ല. പിന്നെ ഒരു തെറ്റിദ്ധാരണ കൂടെ മാറ്റാം. പിശാച് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഈ ചത്ത് കഴിഞ്ഞിട്ട് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റുകാരെ വന്ന് എത്തി നോക്കുന്നതാണ് പിശാച് എന്നാണ് വേറെ ചിലരുടെ ചിന്ത. തെറ്റിദ്ധാരണയൊക്കെ മാറ്റണം. മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ദോഷം ഉണ്ടാക്കാൻ വരത്തില്ല.
പിന്നെ മരിച്ചവരെവിടെയെന്ന് സമയം അനുവദിക്കുന്നെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം, അതവിടെ നിൽക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ മരിച്ച ആരുടെ ആത്മാ, അതൊക്കെ ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാന്ന് മാത്രം മനസ്സിലാക്കുക. ചുവന്ന ചുരിദാർ ഇട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ്, ചത്ത് കഴിഞ്ഞപ്പം പിന്നെ ദൈവം തുണിക്കച്ചവടം നടത്തും, വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്ത് ഈ മണ്ടത്തരമൊക്കെ വിടണം. പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, ഈ ചത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്, അതിന് ആണുങ്ങളെ വിടാത്ത. എത്രയോ ആണുങ്ങൾ ചാകുന്നു, ഇവന്മാരെ വിടാത്ത എന്താ നോക്കേ? അപ്പൊ ഇവർ ചാകുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ പ്രതിഷേധിക്കണം. ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ ഇതൊക്കെ വെറും മണ്ടത്തരങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ഒരു വരി പറഞ്ഞതാ. ശ്രദ്ധിച്ചേ, ഇതൊക്കെ ഈ സീരിയലുകാരെന്തെല്ലാം മെന ഉണ്ടാക്കി. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ ഈ കൊല്ലത്താണല്ലോ നീണ്ടകര ശക്തികുളങ്ങര തീരദേശത്ത് ഞങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോയി. അപ്പം വള്ളത്തെ ചാരി ഒരച്ചായ നിൽപ്പുണ്ട്, കൈലി കൊടുത്തിട്ടുണ്ട്, ഉടുപ്പിട്ടിട്ടില്ല, വായിക്കകത്ത് മുറുക്കാനും ഉണ്ട്. ചവച്ച് ഇങ്ങനെ വള്ളത്തെ ചാരി നിൽക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ട്രാക്റ്റും കൊടുത്തു പോയി. എന്നാ ഉണ്ടാച്ചാ? ഓ ഇങ്ങനെയൊക്കെ പോകുന്നു ഉപദേശി. എന്തോ പരിപാടി? സുവിശേഷമാണോ? ആ സുവിശേഷമായിട്ട് വന്നു. ആ ശരി. പിന്നെ വള്ളത്തിനകത്ത് മീനൊന്നും പണ്ടത്തെ പോലെ കേറുന്നില്ല ഉപദേശി, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പിന്നെ പ്രാർത്ഥിക്കാം, ദൈവം അനുഗ്രഹിക്കുക. അച്ഛാ കടപ്പുറത്തുള്ള നിങ്ങളെ അനുഗ്രഹിച്ചില്ല, പിന്നെ കർത്താവ് നിങ്ങളുടെ കൂടെ അല്ലേ നടന്നേ, നിങ്ങളല്ലേ ഇഷ്ടം. പിന്നെ അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ പുള്ളി ഉടുപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് നെഞ്ചത്ത് ഇത്രയും വലിയൊരു കുരിശിട്ടേപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്നാച്ചാ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്ത്? ഉപദേശിമാർക്കൊന്നും അറിയത്തില്ലയോ? അതിന് കുരിശ് കണ്ട പിശാച് അടിക്കുകയല്ലോ ഉപദേശി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ബൈബിള് തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചിട്ടും അങ്ങനെ ഒരു വാക്യം കണ്ടിട്ടില്ലല്ലോ അച്ഛാ. അതെവിടാ അച്ഛാ വാക്യം? ബൈബിളിലല്ല ഉപദേശി, പിന്നെ സീരിയലിലാന്ന് നോക്കണേ. അപ്പൊ ഈ പുള്ളി വിചാരിക്കുന്നത് സീരിയലിൽ പിശാച് വെള്ളസാരിയും ബ്ലൗസും കൊടുത്ത് പുകച്ച് വരുന്നെന്നും, അച്ഛൻ കുരിശെടുത്ത് കാണിക്കുന്നു, കുരിശിൽ നിന്ന് പ്രകാശം അങ്ങോട്ട് അടിക്കുന്നു, പിശാച് അലറിക്കൊണ്ട് ഓടുന്നു. അപ്പൊ ഈ പാവപ്പെട്ടവന്റെ മനസ്സിലൊരു ചിന്ത അറിഞ്ഞോ അറിയാതെ കയറി കുരിശ് കണ്ട പിശാച് അടുക്കത്തില്ലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അച്ഛനറിയാവോ? നിങ്ങൾക്കറിയാവോ? സെമിത്തേരി. മാർബിളിന്റെ കുരിശ്, ഗ്രാനൈറ്റിന്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമന്റിന്റെ കുരിശ്, എല്ലാ കുരിശും ഇരിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അങ്ങനെയാണ് പിശാചിന്റെ പൊടി പോലും കാണാത്ത സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. ദൈവത്തിന്റെ പ്രകാശം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ പ്രകാശം അടിക്കുന്നിടത്തല്ലേ കുർബാന കഴിക്കേണ്ടത്. പോയാലോ 10 മണി കഴിഞ്ഞാൽ രക്തം ജയം പറഞ്ഞു അതുവഴി ഇത്രയും കുരിശുണ്ടായിട്ട്. അപ്പോഴാണ് ഈ ഇത്തിപ്പോന്നെ കഴുത്തായിട്ടുകൊണ്ട് നടക്കുക പിശാച് അടുക്കത്തിൽ നിന്ന്. ചിലർ മറച്ചു പിടിക്കുന്നു. സാരമില്ല, അറിവില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല, അത് മനസ്സിലാകുമ്പോൾ തിരുത്തിയാൽ മതി. ഇതിലൊന്നും കഥയില്ല, മനസ്സിലായോ? അപ്പൊ പിന്നെന്താ? പിശാച് ഇരുട്ടിന്റെ ആത്മാവ് വെട്ടുകൊണ്ട് വീണവൻ. ചരിത്രം പറയാൻ നേരമില്ല. ഈ ഇരുട്ടിന്റെ ആത്മാവ് ഒറ്റ ലക്ഷ്യമേ ഉള്ളവൻ. എന്താ? നീ കൊട്ടാരക്കരയിൽ ഒരു കൊട്ടാരം പണിയുന്നതിന് പിശാച് എതിരല്ല. നീ കൊട്ടാരക്കരയിൽ വലിയ വീട് വെക്കുന്നതിന് പിശാച് എതിരല്ല. നീ ഇവിടുത്തെ ഏറ്റവും മുന്തിയ കാറ് മേടിക്കുന്നതിന് പിശാച് എതിരല്ല. ഈ ലോകത്തിൽ നീ ഏതെല്ലാം സമ്പത്ത് ഉണ്ടാക്കിയാലും ഏതെല്ലാം സ്ഥാനമാനത്തെത്തിയാലും പിശാചിന് എതിർപ്പില്ല. ഒറ്റ കാര്യത്തിലേ അവന് വിരോധമുള്ളൂ. നീ ദൈവത്തെ സ്നേഹിക്കരുത്, നീ ദൈവത്തോട് അടുക്കരുത്, നീ ദൈവപൈതലായി നിൽക്കരുത്. നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാന്നുള്ളതാണ് അവന്റെ ഏക ലക്ഷ്യം. ഇത് തിരിച്ചറിയണം. സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്തു. ചരിത്രം നിങ്ങൾക്കറിയാം, അതിലോട്ട് പോകുന്നില്ല, നേരം പോരാ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ദൈവം അരുത് ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പന ലംഘിച്ചത് നിമിത്തം വേദപുസ്തകം പറഞ്ഞു, ഏകനാൽ പാപവും പാപത്താൽ മരണം ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപ നിമിത്തം സകല മനുഷ്യരും പാപത്തിലായി. ഇതാ വേദപുസ്തകത്തിന്റെ പഠനം. സകല മനുഷ്യരും പാപത്തിലാണ്, സകല മനുഷ്യരും പാപികളാണ്. 2026 കമ്പ്യൂട്ടർ യുഗത്തിൽ ഞങ്ങൾ ഉപദേശിമാര് കവലെ നിന്ന് വിളിച്ചു പോവുക, മനുഷ്യാദി പാപിയാണ്. പിള്ളേര് ചിരിക്കുന്നു, ബസ്സിൽ പോകുന്ന പിള്ളേര് വാവത്ത് ചിരിക്കുന്നു, കവലെ നിൽക്കുന്ന ആളുകൾ ചിരിക്കുന്നു. എന്താ? കാലം മാറിയതൊന്നും ഉപദേശിമാരറിയുന്നില്ല. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശമാർഗം പറക്കാൻ തുടങ്ങി. ചൊവ്വായിലും വേഴത്തിലും വീട് വെക്കാൻ പറ്റുമോന്ന് പഠനം. UK യിലിരിക്കുന്ന മലയാളി ചന്ദ്രനി 30 ഏക്കർ വസ്തു മേടിച്ചു. കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരതൊക്കെ ആയി. ഉപദേശിമാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഇപ്പോഴും പറയുന്ന മനുഷ്യൻ പാപിയാന്ന്. പിള്ളേർ ചിരിക്കും. മക്കളെ, ചിരിക്കുന്ന മക്കളെ, ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെടാ. മനുഷ്യൻ ആകാശത്തൂടെ പറക്കുന്നു, സമ്മതിച്ചു. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, സമ്മതിച്ചു. ചന്ദ്രനി വസ്തു മേടിച്ചു, സമ്മതിച്ചു. ചൊവ്വായിലും വേടത്തിലും വീട് വെക്കട്ടെ, സമ്മതിച്ചു. കൽക്കരി ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയത് ഉപദേശി സമ്മതിച്ചടാ മക്കളെ. തിരിച്ചൊരൊറ്റ ചോദ്യം, കുഞ്ഞു ചോദ്യം. വന്ദേ ഭാരത് ആയിക്കോട്ടെ, കൽക്കരി ആയിക്കോട്ടെ, രണ്ടിൻ്റെ പേരെന്തുവാ? ട്രെയിന്. ഈ ട്രെയിനിൽ പോയിട്ടുള്ളവരാണല്ലോ അല്ലേ?
ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ടോയ്ലറ്റ്, ആ ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാണ് വെച്ചേക്കുന്നത്. എന്നാ മാറാത്തെ? എന്തെല്ലാം മാറ്റം ലോകത്ത് വന്നു. കണ്ടുപിടുത്തം മാറി, ഇന്റർനെറ്റ് മാറി, സയൻസ് മാറി, ടെക്നോളജി മാറിയിട്ടും ട്രെയിനിന്റെ ടോയ്ലറ്റിനകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ഞങ്ങൾക്കിട്ടാ വെച്ചേക്കുന്ന. മാറാത്ത ഏതാന്ന് ചോദിച്ചാൽ, തരം കിട്ടിയാൽ ടോയ്ലറ്റിൽ നിന്ന് കപ്പ് അടിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യന്മാർ ഇവിടെ ഉണ്ടെന്നുള്ള ബോധമാണത് മാറാത്തത്. പിടികിട്ടിയോ? നാളെ രാവിലെ കിഴക്കേത്തെരുവ് ബാങ്കിലോട്ട് ചെന്നാൽ, ഫെഡറൽ ബാങ്കിലോ SBIയിലോ ചെന്നാൽ 5 രൂപ വിലയുള്ള ലക്ഷ്മി പേന നൂല് കൊണ്ട് പോസ്റ്റർ കെട്ടിയിട്ടേക്കുക. എന്നാ പേന ഓടിപ്പോവോ? മാന്യന്മാർ വരുന്ന സ്ഥലമാണ് ബാങ്ക്. ഒന്നുകിൽ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ. മാന്യന്മാർ വരുന്ന സ്ഥലത്ത് 5 രൂപയുടെ പേന നൂല് കൊണ്ട് കെട്ടിയിട്ടേക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാ. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനും കിഴക്കേത്തെരുവിൽ ഉണ്ട്. അർത്ഥാൽ പറഞ്ഞതിന്റെ താല്പര്യം, സകല മേഖലകളിലും മാറ്റം വന്നെങ്കിലും മാറ്റം വരാത്ത ഒരേ ഒരു മേഖല ഇന്നും തുടരുന്നുണ്ട്. അത് ഇരുകാലി മനുഷ്യന്റെ സ്വഭാവമാണ്. ഇന്റർനെറ്റ് മാറി, കമ്പ്യൂട്ടർ മാറി, ടെക്നോളജി മാറി, സയൻസ് മാറി, ശാസ്ത്രം മാറി, മാറാത്ത ഒന്ന് ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. ശരിയാണോ? അമ്മമാരോട് ചോദിക്കട്ടെ, പണ്ട് പെൺകുഞ്ഞിനെ അയലത്തെ വീട്ടിലേപ്പിച്ചിട്ട് മാർക്കറ്റിൽ പോയവരല്ലയോ? എടീ സുമതി, കൊച്ചുപിടി ഇരിക്കട്ടെടി, ഞാൻ മാർക്കറ്റ് വരെ പോയിച്ചതാ വരുന്നെന്ന് പറഞ്ഞൊരു കാലം. ഇന്നോ ജനിപ്പിച്ച സ്വന്തം അപ്പന്റെ അടുക്കൽ പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്തിവെച്ച് മാർക്കറ്റ് വരെ പോകാൻ ധൈര്യമില്ലാത്ത അമ്മമാരുടെ നാടാണിന്ന്. ശരിയാണോ? ഉണ്ടെന്നില്ല. അമ്മമാരെ, 10 മണി തൊട്ട് 4 മണി വരെ എന്റെ കുഞ്ഞ് സുരക്ഷിതനാണെന്ന് ചിന്തിച്ചൊരു കാലം. എവിടായിരുന്നു അവര്? സ്കൂളിൽ. ഇന്ന് 10 മണി തൊട്ട് 4 മണി വരെ ആദി. സ്കൂളിൽ നിന്ന് തിരിച്ച് ജീവനോടെ വന്നു. പുറകെ പോലീസുണ്ടോ? ആദി. എന്താ? ഇന്ന് കലാലയങ്ങളിലും ക്യാമ്പസുകളിലും ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന ലഹരി ഭാവിയുടെ തലമുറയെ കാർന്നു പിടിച്ചു കഴിഞ്ഞു. മാറ്റം വരാത്ത മേഖല മനുഷ്യന്റെ സ്വഭാവം. മിണ്ടാപ്രാണികളായ മൃഗജാലങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങൾ 4 കാലി മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരുകാലി മനുഷ്യൻ ചെയ്തു കൂട്ടുക. ചിന്തിക്ക്. ആകാശത്തുകൂടെ പറക്കുന്ന പരുന്ത് വട്ടമിട്ട് പറക്കുന്ന കാണുമ്പോൾ ഭൂമിയിലിരിക്കുന്ന കോഴിയമ്മ എന്താ ചെയ്യുന്നേ? ചിറക് വിരിച്ചു കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്താക്കി സംരക്ഷിക്കുന്ന ഒരു അമ്മ മനസ്സ് കോഴിയമ്മയിൽ കാണുമ്പോൾ, കാമുകനോടൊപ്പം ജീവിക്കാൻ 10 മാസം വയറ്റി ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിൽ. കോഴിയമ്മയല്ലേ നല്ലത്? കോഴിയമ്മയാ നല്ലത്. കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടനെ കൂകും. കൂക്കി വിളി കേൾക്കുമ്പോ അമ്മ മക്കളോട് പറയും, എടി കോഴി കൂവുന്നടി, പോയി നോക്ക് മുട്ടയിട്ടോന്ന്. അതൊരു സിഗ്നലാ. കോഴിയമ്മ ഒരു സിഗ്നൽ തരുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റിൽ മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും ഒട്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പൊ അമ്മ തൊട്ടിൽ വളരുന്നു. കോഴിയമ്മയല്ലേ നല്ലത്? ഹലോ, ഇതൊക്കെ തലേ കയറുന്നുണ്ടോ? ഞാനിവിടെ ഇരുന്നോണ്ട് ഇസ്രായേലിന് എന്ത് സംഭവിക്കും വല്ല കാര്യമുണ്ടോ? സിമ്പിളാ ഇവിടെ പറയുന്നത്. എന്നാൽ ഒരുത്തൻ പറഞ്ഞു, സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടാൽ പിന്നെ നടക്കാം. എടാ, നീ ആദ്യം ഇവിടുന്ന് കൂടെ പോകാൻ നോക്ക്. സഭ പോയി കഴിഞ്ഞാൽ അവൻ അനുഭവിക്കാതിരിക്കുക ചേട്ടൻ നിനക്കെന്ത്? നീ ആദ്യം പറക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാകാൻ വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കാൻ. ഇസ്രായേൽ പോയി, ഇസ്രായേൽ പോട്ടെ, നമുക്കെന്നെ. സഭ പോയി കഴിഞ്ഞാൽ അതാ ഇപ്പൊ ചർച്ച. എടാ, നീ സഭയുടെ കൂടെ പോകാനുള്ള കാര്യം ക്രമീകരിക്കും. പോയി കഴിഞ്ഞാൽ അമ്മമാരെ അടിക്കാൻ എന്തെങ്കിലും ആട്ടെ, നിനക്കെന്നാ? നിന്നെ ബാധിക്കുന്ന കാര്യമല്ലത്. സ്തോത്രം. ആനക്കുമൊക്കെ പോയി. ശ്രദ്ധിച്ചേ. അപ്പൊ മാറ്റം വരാത്ത മേഖല മനുഷ്യന്റെ സ്വഭാവം. എല്ലാ മേഖലകളും മാറിയിട്ട് ഇത് മാറുന്നില്ല. ക്രിമിനൽ ആക്ടിവിറ്റികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ കുറ്റവാളികളായി മാറി ജുവൈനൽ ഹോമിലേക്ക് തള്ളപ്പെടുന്നു. കുടുംബ ബന്ധങ്ങൾ തകരുന്നു. ആത്മഹത്യകൾ പെരുകുന്നു. മനുഷ്യന്റെ ജീവിതം നാനാവിശേഷമായി പോകുന്നു. അവന്റെ ധാർമ്മികത കീഴ്പോട്ട് പോകുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? പിണറായി രാജിവെക്കണം. അങ്ങേരാണോ കുഴപ്പക്കാരൻ? പിണറായി ആണോ കുഴപ്പക്കാരൻ? അങ്ങേര് രാജിവെച്ചിട്ട് VD സതീശൻ വന്നാൽ കുറ്റകൃത്യങ്ങൾ തീരുവോ? ഇവർ രണ്ടുപേരും മാറി താമര വിരിഞ്ഞാൽ കുറ്റകൃത്യം തീരുവോ?
ഈ മനുഷ്യൻ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മോചിക്കപ്പെടണമെങ്കിൽ, തിന്മയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ കണ്ടുപിടിക്കപ്പെടണം. ഇതിന്റെ എല്ലാം പിന്നിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ വില്ലൻ പാപമാണ്. ആ പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കണ്ടുപിടുത്തം ലോകത്തിൽ ഒരിടത്തും ഒരാൾ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ മനുഷ്യന്റെ അകത്തിരിക്കുന്ന പാപത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തം ഉലകത്തിൽ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അത് ആദ്യം ഞങ്ങൾ ഉപദേശിമാരെ അറിയിക്കണം. അന്നത്തോടെ ഞങ്ങളുടെ റിട്ടയർമെന്റ് ദിവസമാണ്, അന്നത്തോടെ ഞങ്ങളുടെ സുവിശേഷ യോഗത്തിന് കട്ടലെടുത്ത ദിവസമാണ്. കാരണം പാപത്തിന്റെ പിടിയിൽ നിന്നൊരു മനുഷ്യനെ രക്ഷിപ്പാൻ ഉലകത്തിൽ ഇന്ന് വരെ ഒരുത്തന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാകുന്ന സുവിശേഷത്തിനല്ലാതെ മറ്റൊരുത്തനും കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് വേദപുസ്തകം പ്രഖ്യാപിച്ചു, ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപത്തിലായി, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, സകല മനുഷ്യരും പാപികളാണ്. അപ്പൊ ഈ തലച്ചോറിച്ചിരി കൂടുതലുള്ള ബുദ്ധിയുള്ള ഡിഗ്രിയുള്ള ആളുകൾ ഒരു ചോദ്യം ചോദിക്കും, പറയാം, അല്ല ഉപദേശി ഒരു സംശയം, ഈ ആദമും ഹവ്വയും പാപം ചെയ്തു സമ്മതിച്ചു, അതിന്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് പഠിപ്പിക്കുന്ന ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ ഉപദേശി? ഞാൻ നിരപ്പിക്കാം, അവിടെ ഇരി, ഞാൻ നിരപ്പിക്കാം. അതിനു മുമ്പ് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക. ലോകത്ത് രാജ്യത്ത് ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തൊരു രോഗം നിലനിൽക്കുന്നു, പേര് പറ. HIV, എയ്ഡ്സ് എന്ന് പറഞ്ഞ മാരക രോഗം. ഈ എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ആരായിരിക്കും? പറ. എയ്ഡ്സ് രോഗി. മരണം വരെ ആ കുഞ്ഞ് ആരായി തുടരും? എയ്ഡ്സ് രോഗി. ചോദ്യം, ഈ ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താന്ന് നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ? ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തുവോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ചങ്ങാണ്ട് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെയാണോ കുഞ്ഞു രോഗിയായെന്ന് ചോദിച്ചാൽ ഉത്തരം, കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത ഒരു തലമുറ ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കുന്നു. ഒരു ഡിഗ്രിയും എതിർക്കുന്നില്ല, ഒരു സയൻസും എതിർക്കുന്നില്ല, ഒരു മെഡിക്കലും എതിർക്കുന്നില്ല. കാരണം അവർക്ക് പറയാനൊരു ഉത്തരവുണ്ട്. എന്താ ഉത്തരം? അത് മാതാപിതാക്കളിൽ നിന്ന് രക്തത്തിലൂടെ തലമുറയിലോട്ട് വന്ന അല്ലയോ ഉപദേശം? ആന്നല്ലോ. അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വന്നു എന്നുള്ളതിന് വേദപുസ്തകം പറയുന്ന ഒരു മറുപടി കാതു തുറന്ന് കേട്ടോ കിഴക്കത്തെരുവുകാര്. വായിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 17:26 ഒന്ന് കാതു തുറന്ന് കേട്ടോ. 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. നിൽക്കട്ടെ, ഇത് ബൈബിൾ അറിയുന്നവർക്കെല്ലാം അറിയാം. എന്നാൽ പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിനകത്ത് ചെറിയൊരു മാറ്റമല്ല, ഒന്ന് വ്യക്തത വരുത്തി വായിക്കാൻ പോവാ. ശ്രദ്ധിച്ച ദൈവാസനെ, അവിടെ 2 പദമുണ്ട്. അവൻ എന്നൊരു പദമുണ്ട് അല്ലേ? അത് ദൈവത്തെ കുറിക്കുന്നതാ. അവിടെ ദൈവം എന്ന് തന്നെ ചേർക്കാം പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. 2 ഒരുത്തൻ എന്നൊരു പദമുണ്ട്, അത് ആദമിനെ കുറിക്കുന്നു. അവിടെ ആദം എന്ന് ചേർത്ത് ഒന്നുകൂടെ വായിച്ചു കൊടുത്തേ, പുറത്തുള്ളവർക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുവനിൽ നിന്ന്, അവൻ ആദമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. കേട്ടോ നാട്ടാരെ, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം, സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ദൈവം ഒരുത്തനിൽ നിന്ന്, ആരാ ഒരുത്തൻ? ആദമിൽ നിന്ന്, ആദാമ്യ രക്തത്തിൽ നിന്ന്. ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. കേൾക്കുന്നുണ്ടോ? ഒറ്റ രക്തത്തിൽ നിന്ന്, ആദാമ്യ രക്തത്തിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചെന്ന്. എന്തിനാ? ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. അപ്പൊ ഈ ദൈവം എന്ന് പറയുന്ന സൃഷ്ടാവ് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന പുള്ളി അല്ല. ഏതെങ്കിലും ഒരു വില്ലേജിന്റെ അകത്ത് തളച്ചിടാൻ പറ്റുന്നവൻ അല്ല. ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ പൂട്ടിയിടാൻ പറ്റുന്നവൻ അല്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ അകത്ത് ഒതുക്കാൻ പറ്റുന്നവൻ അല്ല. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ ദൈവം. കേൾക്കുന്നുണ്ടോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല ദൈവം. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ പുലേനാർക്കോട്ട പോയി കിടന്ന് വലിക്കും. എത്ര കിലോ ഇറച്ചിയുള്ളവനും വലിക്കും. ഏതൊരു മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം
മനുഷ്യന്റെ ചിന്ത ഇച്ചിരി തിന്നുകുടിച്ച് തണ്ടും തടിയൊക്കെ ആയി, ഇല്ല ജിമ്മേലൊക്കെ പോയി മസിലൊക്കെ ഉരുട്ടി പിടിച്ച് അവിടെ എവിടെയൊക്കെ മുഴച്ചു പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുമ്പോ അവന്റെ ചിന്ത ആരം കയറി എന്തും ചെയ്യാതെ എടാ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ വാഴപ്പിണ്ടി പോലെ റോഡെ കിടക്കും, എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും. അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെട്ടില്ലേലും ദൈവത്തെ ഭയപ്പെട്ടോണം. ആമേൻ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ ദൈവം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ വീടെ പണിയെടുക്കുന്ന ബംഗാളിയാണോ ദൈവം? നിന്റെ വീടെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞ അവൻ ചിലപ്പോ കേൾക്കും, ശരി സേട്ടാ അങ്ങനെ ചെയ്യാം സേട്ടാ എന്ന് പറയും. മൂക്കി ശ്വാസമുള്ള വേട്ടു മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല ദൈവം. അത് ഞാനും ദൈവദാസന്മാരോടും കൂടെ ചേർത്തൊന്ന് പറയാൻ ആഗ്രഹിക്കുക. എന്താ ഇപ്പൊ ശുശ്രൂഷ പിള്ളേര് കളിയായി മാറിയിട്ടുണ്ട്. ന്യൂ ജനറേഷൻ പിള്ളേര് സ്റ്റേജേ കയറി കിടന്ന് ഇപ്പോൾ തന്നെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങട്ടെ. ഇവൻ പറയുമ്പോ ഇറങ്ങാനും കയറാനും അവന്റെ വേലക്കാരനാണോ പരിശുദ്ധാത്മാവ്? ആണോ? ദൈവദാസന്മാര് സീനിയറായിട്ടുള്ളവരോട് ഞാൻ ചോദിക്കുക, അച്ഛാ പിതാവായ യഹോവയായ ദൈവം എന്ന് കേൾക്കുമ്പോൾ എത്ര ഭയവും ഭക്തിയും ബഹുമാനവും ഹൃദയത്തിന്റെ അകത്ത് വരുന്നോ അതിനൊരു തരി പോലും കുറയാതെ പുത്രൻ എന്ന് കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴും ഉണ്ടാകണ്ടേ? ബിക്കോസ് തൃത്വത്തിൽ മൂന്നാളത്വങ്ങളും ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ പിതാവെന്ന് കേൾക്കുമ്പോ ബഹുമാനം, പുത്രൻ എന്ന് കേൾക്കുമ്പോ സ്വന്തം കർത്താവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോ വേലക്കാരൻ. ഇതൊക്കെ തിരുത്തപ്പെടണം. അമ്മമാരോടും പറയുക, പിള്ളേരെ വൈറലാക്കാൻ വേണ്ടി ബൈബിൾ എടുത്ത് കയ്യെ കൊടുത്തേച്ച് മൊബൈലും പിടിച്ച് കുടുങ്ങി നിൽക്കുന്ന പരിപാടി നിർത്തിയാക്കണം. പിള്ളേർ കളിക്കാനുള്ളതല്ല ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പഠിക്കാൻ വിടേണ്ട സമയത്ത് പിള്ളേരെ പഠിക്കാൻ വിടണം. കൊച്ചു പിള്ളേരെ സ്റ്റേജിൽ കയറ്റി വിക്രിയ കാണിക്കുന്ന പരിപാടിയല്ല ശുശ്രൂഷ. സ്തോത്രം. എന്നാ മിണ്ടാത്ത? ഞാനേ പറയത്തുള്ളൂ, അതുകൊണ്ടാ പറയുന്നത്. പിള്ളേര് പിതാക്കന്മാര് തലനരച്ചവരിയ്ക്കുമ്പോ മാക്രി കുഞ്ഞു പോലെ ഒരുത്തം കിടന്ന് എന്ന് പറഞ്ഞ കിടന്ന് കാറുക. ഒരമ്മാമ്മയുടെ മുടിക്ക് കുത്തി പിടിച്ചിട്ട് ദുഷ്ട പിശാച് നിന്നെ ഞാൻ ഇപ്പൊ ചുടുവാന്ന് ഞാൻ കണ്ടതാ. നടത്തിപ്പുകാരനോട് ഫോണിൽ വിളിച്ചു ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ഞാൻ ഈ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു സംശയം ചോദിച്ചു പഠിക്കാനാ. എന്നോടോ? ഞാൻ പറഞ്ഞു എന്നാന്ന്. ഞാൻ പറഞ്ഞു ഈ ദൈവദാസന്മാർക്ക് പിശാചിനെ കത്തിക്കാനുള്ള അധികാരമുള്ള വാക്യം ഏതാണെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അല്ല, എൻ്റെ അറിവിൽ ഈ ഇത്രയും പിശാച് ഉപദേശമാരെല്ലാം കൂടെ കത്തിച്ചിട്ടും പിന്നെ തന്നെ പ്രസവിച്ചു വരുവാന്ന്. എന്ത് കേട്ടാലും ചാടി തുള്ളാൻ ഉപദേശിമാർ പുറകിലിരിക്കുക. ഞാൻ പറയട്ടെ, അഭിഷേകം, അധികാരം ദൈവത്താൽ നൽകപ്പെട്ടിട്ടുള്ള അഭിഷിക്തന്മാർക്ക് ആമേൻ അധികാരത്തോടെ കൽപ്പിക്കാം, ഈ വളിൽ നിന്ന് പുറപ്പെട്ടു പോക എന്ന് ശാസിക്കാനുള്ള അധികാരം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവം കൈമാറിയിട്ടുണ്ട്. അധികാരമുള്ളവർക്ക് ശാസിക്കാം. കത്തിക്കാൻ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്, അതിന് ആളും വരുന്നുണ്ട്. അവൻ കത്തിച്ചോളും. പിള്ളേര് കളിയല്ല ശുശ്രൂഷ എന്നൊരു വാക്ക് പറയാതിരുന്ന എനിക്ക് ഉറക്കം വരത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഗൗരവമുള്ള കാര്യം. ഇതൊക്കെ പിള്ളേര് കയറി വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറഞ്ഞ് ഈ പൊതുജനം കാണുന്ന ഇതെല്ലാം പെന്തിക്കോസാന്നാ വേദന കൊണ്ട് പറയുക. ഞങ്ങളെ ഒരു പരസ്യത്തിന് പോയി, പരസ്യം കഴിഞ്ഞ് അവിടെ അടുത്തുള്ള വീടുകളിൽ ട്രാക്ടർ കൊടുത്ത് കയറിയപ്പം ഒരു വീട്ടുകാർ സ്നേഹത്തോടെ വിളിച്ചു, പാസ്റ്റർമാരെ വന്നാട്ട് ഇരുന്നാട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പൊ കെട്ടിയവൻ അവിടെ കിടന്ന് ഉറങ്ങുക. ശബ്ദം കേട്ട് ഇങ്ങനെ ചാടി എഴുന്നേറ്റു. ആരാടി? ഉപദേശിമാര് പാസ്റ്റർമാര് വന്നതാന്ന് പരസ്യവും കാട്ടുന്ന. ചാടി എഴുന്നേറ്റു. പുള്ളി മൊബൈലും എടുത്ത് കുത്തിക്കൊണ്ട് അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുക, നിങ്ങളെയൊക്കെ കാണാനിരുന്ന എന്താ? നിങ്ങളല്ലേ കർത്താവിന്റെ ശബ്ദം വാട്സാപ്പിൽ പിടിച്ചത് നിങ്ങളല്ലേ എന്ന്. എന്ത് ഇടങ്ങേറാന്ന് നോക്ക്. ഞാൻ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾക്ക് ആ ക്ഷുദ്രജീവികളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഈ പൊതുജനമെ കാണുന്ന ഇതെല്ലാം എന്താന്നാ? പെന്തക്കോസ്താണ്. അപ്പൊ പറയണ്ടേ, നമ്മുടെ ആളുകൾ പറയണ്ടേ? എന്തിനാ നമ്മുടെ നേതാക്കന്മാർ മൗനം പാലിക്കുന്നത്? പറയണ്ടേ? ഞങ്ങൾക്ക് ഇത്തരക്കാരുമായി ഒരു ബന്ധമില്ലെന്ന് 4 നേതാക്കന്മാർ പറഞ്ഞാൽ പോരെ? ജനം തിരിച്ചറിയത്തില്ലേ? ആര് നേതാക്കന്മാർക്ക് അവിടെ കസേരയ്ക്ക് അടിച്ചിട്ട് നേരെ വില. അപ്പോഴതിന് ഇത് പറയാൻ സമയം. മനസ്സിലാകുന്നുണ്ടോ?
ഇവിടെ ഇരിക്കുന്ന യോഗം കഴിഞ്ഞ് ഇപ്പൊ ചോദിക്കണം, ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും നിങ്ങൾ യോഗം കഴിഞ്ഞിട്ട് ചോദിച്ചു, പാസ്റ്ററെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടക്കുന്ന ഈ കസേരക്കടി വചനപ്രകാരം ശരിയോ തെറ്റോ? ഇവിടെ ഇരിക്കുന്ന ഒറ്റ മനുഷ്യൻ പറയത്തില്ല ശരിയാന്ന്. തെറ്റാ? ഇനി അതിന് വാക്യം വേണോ? കർത്താവ് ശിഷ്യന്മാരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഇടത്തും വേണം, എനിക്ക് വലത് വേണമെന്നും പറഞ്ഞ് സ്ഥാനം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ജാതികളിൽ അധിപതികളായവർ അവരുടെ മേൽ കർത്തൃത്വം നടക്കുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരവും നടത്തുന്നു. അത് ജാതികൾ. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. അങ്ങനെ കർത്താവ് പഠിപ്പിച്ചേ. പണ്ട് പള്ളി വിട്ടപ്പോ എല്ലാവരും പറഞ്ഞ വാക്കൊന്നാ, എന്താ? യാക്കോബക്കാർ കൊള്ളത്തില്ല, മാർത്തോമക്കാർ കൊള്ളത്തില്ല, പിന്നെ CSIക്കാർ കൊള്ളത്തില്ല, ഓർത്തഡോക്സുകാർ കൊള്ളത്തില്ലെന്ന് പറഞ്ഞല്ല പള്ളി വിട്ടെ. പിന്നെന്തുവാ? ഞങ്ങൾക്ക് വചനപ്രകാരം ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞാ വിട്ടെ. എന്നിട്ട് ഈ വചനവിരുദ്ധമായ വിക്രിയ കണ്ടിട്ട് ഇപ്പൊ മൗനം പാലിച്ചിരിക്കുക. ഇപ്പൊ വചനം പ്രകാരം വേണ്ട. എങ്ങനെ പറയാതിരിക്കും? തിരിച്ചു വരാം. അപ്പോ ആമേൻ, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപനിമിത്തം സകല മനുഷ്യരും പാപത്തിലായി. കാരണം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യൻ മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. പിന്നെയോ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പൊ ദൈവം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നു. അപ്പൊ ന്യായമായ ഒരു ചോദ്യം തിരിച്ചു വരും, പക്ഷേ ഈ ദൈവം എവിടെ കുടിയിരിക്കുന്നത്? അതുകൂടെ ഒന്ന് പറ. പോയി കാണാനാ പറയാം. വായിച്ചുകൂടെ 24-ാം വാക്യം വായിര്. അതിന്റെ 24. ദൈവം എവിടെ കുടിയിരിക്കുന്നേ? വായിര്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. ലോകവും അതിൽ കാണുന്ന സകലത്തെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല. ആകാശഗോപുരം മുക്കെ കെട്ടിവച്ചിരിക്കുന്ന നിന്റെ കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. തിരുവെടുത്ത് പറയുന്നു, ലോകവും അതിൽ കാണുന്ന സകലത്തെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. പിന്നെ എവിടെ ഉപദേശി വസിക്കുന്നത്? ഇത് രാത്രി ആ സന്തോഷ വാർത്ത കിഴക്കത്തിരവിനോട് പറയാം. ദൈവം വസിക്കാൻ ആശിക്കുന്ന മന്ദിരം ഇതിന്റെ ഹൃദയമാകുന്ന മന്ദിരമാ. ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് കെട്ടിടത്തിന്റെ വാതിലുകളല്ല. ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയത്തിന്റെ വാതിലാണ്. ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിനു വേണ്ടി ഇന്ന് രാത്രി നിന്റെ ഹൃദയവാതിൽ തുറക്കപ്പെടണം. അതാണ് സുവിശേഷം. അങ്ങനെങ്കിൽ ശ്രദ്ധിച്ചേ, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവം കുടിയിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിലെങ്കിൽ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും മനുഷ്യന്മാർ വേണം. അതുകൊണ്ട് ഒറ്റ മനുഷ്യനിൽ നിന്ന്, ഒറ്റ രക്തത്തിൽ നിന്ന്, ആദാമ്യ രക്തത്തിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചെന്ന മഹത്വകരമായ വചനം. അപ്പുറത്ത് കിടക്കുന്ന കാവ്യ ഉടുത്തവനും ഇപ്പുറത്ത് കിടക്കുന്ന തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എല്ലാം ഒറ്റ രക്തമാണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം. വർഗീയത ലെവലേഷൻ തൊട്ടു തീണ്ടാത്ത ഈ പുസ്തകമല്ലാതെ ഏത് പുസ്തകമാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രസംഗിക്കേണ്ടത്? പറ. ഒറ്റ രക്തത്തിന്റെ ഉടമയാണ് മനുഷ്യനെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം. ആദാമ്യ പാപത്തിൽ സകല മനുഷ്യരും പാപത്തിലായതുകൊണ്ട് ആമേൻ ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലേക്ക് പാപം പ്രവേശിച്ചു. രണ്ട് ഭാഗം പറഞ്ഞു നിർത്താം. ആമേൻ, മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 ഭാഗങ്ങളിൽ ആമേൻ വെളിപ്പെടുത്തി. എന്താ പറഞ്ഞത്? ഞാൻ വായിക്കാം, സമയത്തിന്റെ പരിമിതി കൊണ്ട്. ആമേൻ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനുഷ്യൻ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായത് ചെയ്യാൻ തുടങ്ങിയെന്ന. എന്താ വ്യർത്ഥമായത്? ആമേൻ, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നു. അവരുടെ അകത്ത് പാപം എന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചപ്പോൾ അടുത്ത വാക്ക് പറയുന്നു, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ചിന്തയുണ്ട്, പക്ഷെ ഒന്നും അറിയത്തില്ല. തിരുവനന്തപുരത്തിന് തെക്കേ അറ്റത്ത് പാലോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കത്തോലിക്കാരനോട് സുവിശേഷം പറയാൻ ചെന്നപ്പോൾ പുള്ളി പറയുക, എനിക്ക് വയസ്സ് 54 ഉപദേശി, 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എൻ്റെ അടുത്താണോ ഇന്നലെ വന്ന് നിങ്ങൾ സുവിശേഷം പറയാൻ വന്നതെന്ന്. പുള്ളിക്ക് 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയാ. ചുമ്മാ ഒരു രസത്തിന് ചോദിച്ചു, ശരി അച്ഛാ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. പാലോടുകാരൻ അച്ഛൻ പറഞ്ഞ മറുപടി പുള്ളി പറഞ്ഞ പോലെ തന്നെ ഞാനങ്ങ് പറയട്ടെ. പുള്ളി പറയുക, യാശുവിന്റെ പേര് യാശു, ഇപ്പൊ വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. കേട്ടോ, യാശുവിന്റെ പേര് യാശു, ഇപ്പൊ വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് തിരുവെഴുത്തിലുണ്ട്. 54 വർഷത്തെ ക്രിസ്ത്യാനി കണ്ടിട്ടില്ല. എന്താ കാണാത്തെ? പുസ്തകം വായിക്കണ്ടേ?
ബൈബിൾ വീട്ടിലുണ്ട്, അതെടുത്ത് ഷോക്കേഴ്സി വെച്ച് കറണ്ട് ചാർജിന്റെ കോപ്പിയും കരവടച്ചതിന്റെ രസീതും തൊഴിലുറപ്പിന്റെ ചീട്ടും നോട്ടീസും എല്ലാം പുസ്തകത്തെ കൊണ്ടുവച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം എടുത്ത് ഷോക്കേഴ്സി വെച്ച് റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുക. പിന്നെ അങ്ങനെ നീ കാണും? നീ ആദ്യം പുസ്തകം തുറന്ന് വായിക്കേ. പുസ്തകം തുറന്ന് വായിക്കും. ഒരു പെന്തക്കോസുകാരന്റെ വാക്ക് നീ കേൾക്കണ്ട. നിന്റെ വീട്ടിനകത്തിരിക്കുന്ന തിരുവെഴുത്ത് തുറന്ന് വായിച്ചാൽ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു. പാപം അകത്ത് കയറിയപ്പോൾ സംഭവിച്ച ഒന്നാമത്തെ ദുരന്തം സൃഷ്ടാവിനെ മറന്നു. അടുത്തത് ആമേൻ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവരെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. പാപം അകത്ത് കയറിയപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവച്ചു. ആർക്ക്? സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിക്ക് പങ്കുവച്ചു. ആർക്കൊക്കെ പങ്കുവെച്ചെന്നാ വായിക്ക? ക്ഷയമുള്ള മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, പുകഴ്ച, ആരാധനയും മനുഷ്യൻ ആർക്ക് കൊടുത്തു? മനുഷ്യന്മാർക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ ആരുണ്ടായി? പറ. ആൾ ദൈവങ്ങളുണ്ടായി. ഇപ്പൊ കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ച ഓരോ പഞ്ചായത്തിൽ നിന്ന് ഓരോന്ന് വരിക. ഇപ്പം ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും വായിച്ചു പത്രത്തിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയ പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ട് മനസ്സിലാകാത്ത മണ്ടൻ മലയാളി. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന് മഹത്വം കൊടുത്തു. പിന്നെ ആർക്കൊക്കെ? പറ. പക്ഷി, പിന്നെ നാൽക്കാലി, പിന്നെ ഇഴജാതി. കേട്ടെ, ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഈ പറഞ്ഞ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ഒട്ടാരക്കര വെച്ച് മഹത്വം കൊടുക്കുക. മനസ്സിലായോ? വല്ലോ. നാൽക്കാലി, മേലെ ഇരുകാലി, കീഴെ ഇഴജാതിക്ക് രണ്ട് ചിറകും. മനസ്സിലായോ? നീ പുസ്തകം വായിക്കുന്നീ സൃഷ്ടാവായ ദൈവത്തെ അങ്ങ് മറന്നു. പാപം അകത്ത് കയറിയപ്പോ സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് മനുഷ്യൻ വീണുപോയപ്പോൾ ഈ പാപത്തിന്റെ ഇരുട്ടിൽ നിന്നൊരു വെളിച്ചം തേടി മനുഷ്യൻ നിലവിളി തുടങ്ങി. നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി നോക്കി. വെളിച്ചം തേടി നിലവിളികൾ ആരംഭിച്ചു. പുണ്യകർമ്മ ക്രിയാദികൾ ആരംഭിച്ചു. വെളിച്ചം തേടി, ഈശ്വര കടാക്ഷം തേടി ഈ പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടിനുറുക്കി നരബലി കൊടുത്തു നോക്കി. കിട്ടിയോ? മോക്ഷം കിട്ടിയോ? ഇല്ല. അകത്ത് കിടന്ന് ഉണ്ട തിന്നുക. ഇപ്പൊ ഉണ്ടയില്ല, ചപ്പാത്തിയാന്ന്. തിന്നുക. ഇന്ന് രാത്രി കിഴക്കേ തെരുവിനോട് പറയാം, മോക്ഷം തേടി മനുഷ്യൻ ആവുന്ന പണി 58 ചെയ്ത് ആമൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചം തേടി ഈശ്വരന്മാരോട് നിലവിളിച്ചു. നേർച്ച കാഴ്ച, തീർത്ഥയാത്ര, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം ചെയ്തു നോക്കി. പരാജയപ്പെട്ടപ്പോൾ സകല മനുഷ്യന്റെ ഈ നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ, അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇത് രാത്രി കിഴക്കത്തെരുവിനോട് ഞങ്ങൾ ഒരിക്കൽ കൂടി വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ല. അതാണ് സുവിശേഷം. പറഞ്ഞവസാനിപ്പിക്കാം. യേശുക്രിസ്തു സകല മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിലേക്ക് വന്നു. കാൽവരിയുടെ കൊലക്കളത്തിൽ തന്റെ പ്രാണനെ എനിക്കും നിനക്കും പകരമായി യാഗമർപ്പിച്ചു. അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറയ്ക്കൽ എന്റെ കർത്താവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ദേശത്തോട് പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറ കൊണ്ട് എന്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തിൽ ഇവിടെ, 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി IPC ഒരു കൺവെൻഷൻ വെക്കത്തിൽ ഇവിടെ, 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഇല്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്മനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാദിക്കലല്ല, കണ്ണാടി കൂടിന് മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാരകിലരും ഒരുപോൽ കല്ലറക്കകത്ത് ഒതുങ്ങി പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ.
ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഒരു അന്ത്യകൽപ്പന കൈമാറി. സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ പറയാം. മർക്കോസിന്റെ സുവിശേഷം 16:15 യേശു ക്രിസ്തു അടുത്തു ചെന്നു. ആമേൻ. നിങ്ങൾ പുറപ്പെട്ടു പോയി ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ട് യുവമാർക്ക് വേറെ ജോലി ഇല്ലെന്ന് ചോദിച്ചാൽ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല, പ്രാണനെ തന്നവന്റെ കൽപ്പനയാ ഇത് പ്രസംഗിക്കണം. അപ്പൊ ചില അണ്ണന്മാര് പറയും ഇതിവിടെ പ്രസംഗിക്കണ്ട, അതൊക്കെ നിന്റെ മനസ്സായിരിക്കത്തേ ഉള്ളൂ. പ്രസംഗിക്കാൻ ആംബിയർ ഉള്ളവരെ ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ചാകും വരെ പ്രസംഗിക്കും. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അന്ത്യകൽപ്പന കൈമാറി ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു. ശിഷ്യന്മാർ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് രൂപാന്തരപ്പെട്ട് കണ്ണിന് മറഞ്ഞു. അതാ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഇറങ്ങി വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ ആ ഒരു ഭാഗം നമ്മുടെ കുറിവാക്യത്തോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഭാഗം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 1:11 വേഗത്തിലൊക്കെ വായിച്ചു. ആമേൻ. സമയത്തിന്റെ പരിമിതി കൊണ്ട് പറഞ്ഞു വിടാം, താഴോട്ട് എടുത്തു വെച്ചോ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത വായിച്ചോ 11:11 ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി കിഴക്കത്തെരുവിനോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരാൻ പോവുകയാണ്. ശിഷ്യന്മാര് തല ഉയർത്തി നിൽക്കുക. ഇത് കേട്ടിട്ട് അവർ എന്ത് ചെയ്തു എന്നും കൂടെ വായിച്ച് നമുക്ക് നിർത്താം. വായിച്ചോ. എന്ത് ചെയ്തു? അവർ യെരൂശലേമിന് സമീപത്ത് ഒരു സമ്പത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി പോകുന്നു. അപ്പം ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി തിരിച്ചവിടെ എത്തി. പറ. യെരൂശലേമിൽ വന്നു. വന്നിട്ട് എന്ത് ചെയ്തു? പറ. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ശ്രദ്ധിച്ചു കേട്ടോ. അവര് പാർത്ത മാളിക മുറി കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ പുസ്തകത്തിലുണ്ട്. വള്ളി പുള്ളി കൂട്ടുക കുറയ്ക്കുക ചെയ്യാതെ പേര് വിവരങ്ങളൊന്ന് കേട്ടോ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരു മനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെയാണോ? വള്ളി പുള്ളി കൂട്ടിയിട്ടും കുറച്ചിട്ടും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ കേറിപ്പോരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? പത്രോസ് ലീഗ ഉണ്ട്, തോമസ് ലീഗ ഉണ്ട്, യൂദാസ് ലീഗ ഉണ്ട്, അമ്മ മറിയ ഉണ്ട്. എല്ലാവരും കൂടെ കയറി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം വേഗത്തിൽ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവര് മര്യാദയ്ക്ക് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നപ്പോൾ. അങ്ങനാന്നോ? പെന്തക്കോസ്തുകാർ ആണോ? അങ്ങനെ ഒരു കാറുമില്ല അമ്മച്ചി. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. അതെന്തുവാ? 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്ത്, പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആരാ എല്ലാവരും? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, തോമസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മ മറിയോടും സഹോദരങ്ങളോടും ഒരുമിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിച്ചു തുടങ്ങി? പറ. അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഒരൊറ്റ ചോദ്യം. ഈ അന്യഭാഷ പറയുന്ന കൂട്ടരെയാണ് നാട്ടുകാർ എന്ത് വിളിക്കുന്നത്? പെന്തക്കോസ്. അങ്ങനെയാണ് 1-ാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ തോമസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ, 1-ാമത്തെ പെന്തിക്കോസുകാരി മറിയ. പുസ്തകത്തിലുള്ളതാ. അവരൊക്കെ കലവില പറഞ്ഞതിന് ശേഷമാണ് കിഴക്കത്തെരുവുകാർ പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറയണം, നിങ്ങളുടെ പള്ളി വോട്ടറേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ ആത്മാവിലെ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? വേഗം പറ. ആരാ? പത്രോസ് ലീഗ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം. എന്തുവാ പ്രസംഗം? ആമേ. സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആ യേശുക്രിസ്തുവിനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെയാണ് മശിഹ. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ. മറ്റൊരുത്തനിലും രക്ഷയില്ല. അതായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രസംഗം.
ആ പ്രസംഗമൊക്കെ ഇന്ന് മാറി. ഇന്ന് ബിസിനസ് തകർച്ചയോ കടഭാരമോ ഇനി പോരാനാ പറയുന്നത്. പോട്ടെ, വിട്ടുകളാ. ആ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം എന്ത് സംഭവിച്ചെന്നാണ് കുറിവാക്യം. അയ്യോ, ഞാൻ എക്സ്പ്രസ് പോലെ അവിടെ എത്തിച്ചതാ. എന്ത് സംഭവിച്ചു? 2:37 വായരെ. പത്രോസ് ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം കേട്ടവിടെ ഹൃദയത്തിൽ പറ കുത്തുകൊണ്ട്. നിങ്ങൾ പറ, എന്തുകൊണ്ടു? കുത്തുകൊണ്ടു. നിങ്ങളെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ? പറ വേഗം. ഇല്ല. പിന്നെ എന്തുവാ കൊണ്ടേ? കുത്ത്. അപ്പൊ ഒരു കാര്യം സമ്മതിച്ചിട്ട് വേണം പന്തലിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ. പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ എഴുന്നേറ്റ് വന്ന് പ്രസംഗിച്ചാൽ കേട്ടവരുടെ ചങ്കത്ത് കുത്തുകൊള്ളും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി പ്രസംഗന്റെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? പിന്നെന്തുവാ മോനെ വായിച്ചു കൊടുത്തേ? പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോട്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അടുത്ത വാക്ക്. പത്രോസ് അവരോട്, പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. മതി, പുസ്തകം അടച്ചു. മതി, ഇന്നത്തേക്കുള്ള മതി. നിങ്ങൾ ഓരോരുത്തൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. ഇത് തന്നെ അല്ലയോ അമ്മാമ്മ ഞങ്ങളും പറയുന്നത്? പത്രോസ് ലീഗ വിളിച്ചു പറഞ്ഞത് ഒരു വള്ളി പുള്ളി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ ഞങ്ങളും പറയുന്നു, പാപമോചനം വേണോ? ആദാമ്യ പാപത്തിൽ നിന്ന് മോക്ഷം ലഭിക്കണമോ? ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാൽ അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവനെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, ആത്മനിറവിലുള്ള ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000-ഓളം പേർ രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അതാ ദൈവസഭയുടെ തുടക്കം. പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതല്ല, നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല, മതം മാറ്റിയതല്ല. പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ അകത്ത് ചലിച്ചപ്പോൾ, ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതപ്പെടണമെന്ന് ചിന്തിച്ചപ്പോൾ, കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ പറന്നുയരണമെന്ന് ചിന്തിച്ചപ്പോൾ, ജനം മുമ്പോട്ട് വന്ന് പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണം. ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും എവിടെങ്കിലും ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ഈ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മാനസാന്തരപ്പെട്ട് അടുത്ത ഒരു ദിവസം ആയുസ് നീട്ടി തന്നാൽ ഞാൻ സ്നാനമേറ്റോളാം കർത്താവെ നിന്ന് രാത്രി ഏറ്റു പറഞ്ഞാൽ, ഒരുപക്ഷെ ഈ രാത്രി കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നിനക്കും ആ കർത്താവിനോട് കൂടെ നിത്യത പങ്കിടുവാനിടയായി തീരും. വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മനസ്സുണ്ടായിട്ടല്ല, നിവർത്തിയില്ലാത്തതുകൊണ്ട് ഇത്രയും ക്ഷമിച്ചു. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പാടാൻ ഇന്ന് സമയം ഞാൻ എടുക്കുന്നില്ല. സമയം മുന്നോട്ട് പോയതുകൊണ്ട് നാളെ മറ്റന്നാൾ നിങ്ങൾക്ക് പാടിപ്പോകാനുള്ള സമയം ഇഷ്ടം പോലുണ്ട്. ഇപ്പോൾ നിയോഗിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കട്ടെ. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ, പാപമോചനം പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശു ക്രിസ്തു. കർത്താവിൻ്റെ ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ സുവിശേഷം പ്രസംഗിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷമീർ കൊല്ലം, ആ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഇനിയും സുവിശേഷം അനേകരുടെ അടുക്കൽ പോയി സുവിശേഷം പറയുവാൻ തക്കവണ്ണം കർത്താവ് കൂടുതൽ ബലപ്പെടുത്തട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ ഈ സുവിശേഷം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാദ്യമായി ഈ ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ നിങ്ങൾ വാച്ച് ചെയ്യുക. അങ്ങനെ ഇനി അടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുവാനിരിക്കുന്ന അനേക സുവിശേഷങ്ങൾ, കർത്താവിൻ്റെ ജീവൻ്റെ വചനങ്ങൾ നിങ്ങൾക്കത്
പ്രയോജനമുള്ളതായി തീരും. ഉടനെ നിങ്ങൾക്കത് ലഭിക്കും. എല്ലാവരും അത് അനുഗ്രഹമാക്കിക്കൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആവശ്യപ്പെടുന്നു. സ്തോത്രം. ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ജീവൻ്റെ വചനങ്ങളെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം പാസ്റ്റർ ഷമീർ കൊല്ലത്തെ ഉപയോഗിച്ചല്ലോ. പിതാവേ, ഈ വചനം കേട്ട എനിക്കും ഇത് കേട്ട എല്ലാ മക്കൾക്കും അത് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദാസനെ കർത്താവിനെയും കൂടുതലായി ഉപയോഗിക്കണമേ. അനേകരുടെ അടുക്കൽ പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം കൂടുതൽ കൃപ നൽകണമേ, ആയുസ്സും ആരോഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്കുള്ളതായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം.